നിങ്ങളിലെ പലരും ചോദിച്ചൊരു ചോദ്യമാണ്. ഇവർ ഇത്ര അധികം ആധികാരികമായിട്ട് പറയാൻ ഇവർ ഡോക്ടർ അല്ലല്ലോ, പിന്നെ എങ്ങനെ ഇവർ ഇത്ര കറക്റ്റ് ആയിട്ട് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നു എന്ന് പലരും ചോദിച്ചൊരു സംശയമാണ്. നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും അത് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ദേ വിജയിച്ചു തന്നെ പറയും. യെസ് ചേച്ചി. യെസ്, അനുഭവമാണ് ഗുരു എന്ന് അതെ. നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേരായിരിക്കും ഇതൊക്കെ അധികം കേൾക്കാത്ത. നമ്മളൊക്കെ ഒരു പഴഞ്ചൊല്ല് കേട്ട് ഇങ്ങനെ എന്തിനും പഴഞ്ചൊല്ല് ഒരു സാമ്യം പറയുമല്ലോ. ആ. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. അങ്ങനെ ചോദിക്കുന്ന ഒരു തെറ്റല്ല, അവരുടെ ഒരു സംശയമാണ്. കാര്യം ഡോക്ടർ ആണോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഡോക്ടറല്ല, ഞാൻ എന്താണ് ഈ മേഖലയിൽ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. വിവിധ തരത്തിലുള്ള അനുഭവങ്ങളാണ്. മനുഷ്യൻ്റെ ഒരു ചെറിയ അജ്ഞതയുണ്ട്. അതായത് അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സമയമോ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനൊരു ഭാഗ്യമില്ലാത്തത് കൊണ്ടോ ഒക്കെ ചില പ്രശ്നങ്ങളിലേക്ക്, ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് അവർ വരുമല്ലോ. അപ്പം അതിനൊരു താങ്ങായി തണലായി അവരെന്താണെന്ന് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുകയും അവർക്ക് എന്താണ് കഴിച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന് അവരെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഒരു ടീച്ചിങ്, ഒരു ചേച്ചിയെ പോലെ, ഒരു അമ്മയെ പോലെ, ഒരു മെന്ററിനെ പോലെ അവരുടെ കൂടെ നിന്ന് അവരെ ഒരുക്കി അങ്ങ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ശരി, ലോങ് ടേം എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു ഞാൻ 2007 തൊട്ട് ചെയ്യുന്ന കാര്യമാണിത്. അപ്പോൾ അന്നൊക്കെ അത് നമ്മൾ പരിചയം പോലെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരിലേക്കാണ് പറഞ്ഞു കൊടുത്തതെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞാണ് ഞാനതൊരു കുറച്ചൊരു, അല്ലാതെ വഴിയില്ല, പ്രൊഫഷണൽ പോലെ ആക്കി. കാര്യം ഒരുപാട് കോളുകളും ഇതിലും വരുമ്പോൾ ഇതിൽ നമ്മൾ സോർട്ട് ചെയ്ത ആൾക്കാരെ എടുക്കണമല്ലോ, വളരെ ആവശ്യമുണ്ട്. അതിൽ ഡോക്ടേഴ്സ്, നഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഫാം ഡി കഴിഞ്ഞവർ, എംഫാം കഴിഞ്ഞവർ, അങ്ങനെ വിവിധ തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ്. എൻ്റെ വെൽ നോൺ ആയിട്ട് അവർക്കറിയാം ഞാൻ ഡോക്ടർ അല്ല എന്നുള്ളത്. ഡോക്ടേഴ്സ് വരെ എൻ്റെ അടുത്ത് പറയും ഡോക്ടർ അല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നതെന്ന് പറയാം. അപ്പം അനുഭവം ഗുരു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചും ആർജിച്ചും എടുത്ത കാര്യത്തിന് അത്രത്തോളം വിലയുണ്ടെന്നുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇവർ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ നമ്മൾ.